അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ മറവിൽ നിയമവിരുദ്ധമായ മണൽ ഖനനം നടക്കുന്നതായി വ്യാപക ആരോപണം. പുഴയിൽ നീരൊഴുക്ക് ശക്തമാണെങ്കിലും തടയണയിലെ മണൽ നീക്കം ചെയ്യാനെന്ന വ്യാജേന പുഴയുടെ മാറ് പിളർന്ന ആയിരക്കണക്കിന് ലോഡ് മണൽ ഊറ്റിയെടുക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത്. കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഈ നീക്കമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഭാരതപ്പുഴയിൽ മണ്ണുമാന്തി യന്ത്രങ്ങളോ മറ്റു വാഹനങ്ങളോ ഇറക്കി മണൽ നീക്കം ചെയ്യരുതെന്ന് കർശനമായ മൈനിങ് ഗൈഡ് ലൈൻസ് നിലവിലുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ മോട്ടോറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ഖനനം തുടരുന്നത്. തടയണയിൽ നിന്ന് എത്ര അടി താഴ്ചയിൽ മണലെടുക്കണമെന്നതിന് യാതൊരു മാനദണ്ഡവും പാലിക്കപ്പെടുന്നില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനെതിരെ മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. പുഴയുടെ കരഭാഗങ്ങളിൽ നിന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണൽ വാരി സമീപത്തുള്ള പറമ്പുകളിൽ മല പോലെ കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ദിവസേന നിരവധി ലോറികളിലായി മണൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട്. പുഴയുടെ സ്വാഭാവിക ഘടനയെ തകർക്കുന്ന ഈ രീതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ശരിക്കും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാൻഡ് മൈനിങ് ഗൈഡ് ലൈൻസ് പ്രകാരം ശരിക്കും പുഴയിൽ ഒരു തരത്തിൽ വാഹനങ്ങൾ ഇറക്കിയിട്ട് മണൽ വാരാൻ പാടില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈൻ പറയുന്നത്. പക്ഷേ ആ ഗൈഡ് ലൈനൊക്കെ വിരുദ്ധമായിക്കൊണ്ടാണ് JCB ഇറക്കിയിട്ട് മണൽ വാരിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ശരിക്കും ഗവൺമെൻറ് പറഞ്ഞ പ്രകാരം കേരളത്തിലെ നദികളിലെ മണലെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് പ്രളയത്തിന് ശേഷം വന്നടങ്ങിയ ചളികളെ മണൽ നീക്കാൻ ഈ ഭാരതപ്പുഴയുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെ ബലപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ, അതായത് ഡാമുകളുടെ ചെക്ക് ഡാമിൻ്റെ മേൽഭാഗത്ത് നിന്ന് മണൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല പ്രദേശങ്ങളിലും കൂട്ടക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ താഴെ ഭാഗത്തുനിന്നും കൂടി മണൽ വാരുന്നുണ്ട്. ശരിക്കും അത് ഇത്തരത്തിൽ അശാസ്ത്രീയമാണ്. പിന്നെ എത്ര എടുക്കാമെന്നോ എത്ര എടുത്തു എന്നോ വ്യക്തമായിട്ടുള്ള ഒരു അളവുകളോ കണക്കുകളോ ലഭ്യമല്ല. ശരി. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ടുള്ള മണലെടുപ്പാണ് പുഴയുടെ തീരിൽ നടക്കുന്നത്. മണൽ പുഴയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മണലുള്ളത് കൊണ്ട് ഒരു പുഴയിലും പ്രളയമോ അതുപോലത്തെ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ പരിപൂർണമായിട്ട് മണലെടുക്കേണ്ടതെന്നും എവിടെയും നമ്മൾ പറയാറില്ല. ശാസ്ത്രീയമായ പഠനത്തിന് ശേഷം, സാൻഡ് അസസ്മെൻറ്റിന് ശേഷം ആ അസസ്മെൻറ്റിൽ കിട്ടിയ അത്രയും അളവുകൾ മണൽ നീക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അശാസ്ത്രീയമായ രീതിയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന മണൽ പുഴകളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ആ പുഴകൾക്കുണ്ടാവുന്ന ആഘാതങ്ങൾ ഭാവിയിൽ ഈ പ്രദേശത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ രീതിയിലുണ്ടാവും. ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ജനുവരിക്ക് മുന്നേ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, പത്രമാധ്യമങ്ങളിലൊക്കെ നിരന്തരം വരുന്ന ഭാരതപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട്, പുഴയിലെ കുടിവെള്ള പദ്ധതികളിൽ പോലും വെള്ളം അടിക്കാനില്ലാത്ത രീതിയിൽ ഷൊർണൂർ വരെ എത്രയോ സമയത്ത് നമുക്കറിയാൻ പറ്റും കുടിവെള്ള പദ്ധതി നിർത്തിവെച്ചത്. ഇങ്ങനെ വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ, പുഴയിൽ വെള്ളം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത്തരത്തിൽ മണലെടുക്കുന്നത് ഭാവിയിൽ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ മണലെടുക്കുന്ന വ്യക്തമായ അസസ്മെൻറ്റിന് ശേഷം ശാസ്ത്രീയമായിട്ട് മാത്രമേ മണലെടുക്കാൻ പാടുള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ പ്രോസസ്സും അശാസ്ത്രീയമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷൻ നമുക്ക് നടത്താൻ കഴിയാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മണലെടുക്കുന്നത്. പക്ഷേ ഈ നിയമപ്രകാരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായ രീതിയിൽ ഇടപെടൽ ആവശ്യമാണ്. ഭാരതപ്പുഴയ്ക്ക് വൻ അപകടം വരുത്തിവെക്കുന്ന ഈ മണൽ വാരൽ രീതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ലെന്നും നിയമലംഘനങ്ങൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്നും ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ജനറൽ സെക്രട്ടറി വിനോദ് നമ്പ്യാർ ആവശ്യപ്പെട്ടു.